വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തസ്മിത്തിന്റെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയാണ്. മറ്റു കുട്ടികളുടെ പോയി കുട്ടികളെ വേണ്ട വേണ്ട വിളിക്കാം. ഓക്കെ 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 എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും. അതിന്റെ പരിശ്രമം നടത്തണമെന്ന് പറഞ്ഞു. 3-4 महीने के पहले एक बच्चे ने इधर से ऐसा गायब हुआ था, उसको भी अच्छा से गवर्नमेंट और पुलिस देख के और उसका फैमिली को वापस दे दिया. अब शांति में रहो. गाँव में खाने पीने के लिए बहुत मुश्किल हुई है. बच्चे भी पढ़ाई करने की അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് പഠിക്കാനും കുട്ടികളെ ഇവിടെ തന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ കുട്ടികൾ പഠിക്കുകയായിരുന്നു ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളെ ചേർത്തു നിങ്ങൾ? इधर का स्कूल में आप लोग पढ़ाई के लिए एडमिशन दे दिया? दो बच्चे जाने वाला 3 बच्चे थे. बच्चे इधर गया മുസ്ലിം സ്കൂൾ കണിയാപുരം മൂത്ത കുട്ടിയെ കണിയാപുരം മുസ്ലിം സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുവെന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് വി ശിവൻകുട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുന്നതായിരുന്നു പക്ഷേ മന്ത്രി വി ശിവൻകുട്ടി. എന്തായാലും ആ കുടുംബത്തിന് മന്ത്രിയുടെ സന്ദർശനം നൽകുന്ന ആശ്വാസം, ഉറപ്പ് നൽകുന്ന ആശ്വാസം തീരെ ചെറുതയല്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ചില ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചില ചിത്രങ്ങളും സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു അതൊക്കെ കാണിക്കുന്നുണ്ട്. കുട്ടിയുടെ തസ്മിത്തിൻ്റെ പിതാവ് ഉറപ്പായും വലിയ ആശങ്കയിലും വലിയ ആധിയിലുമാണ്, വലിയ സങ്കടത്തിലാണ് ആ കുടുംബമുള്ളത്. 26 മണിക്കൂർ പൂർത്തിയാകുന്നു. അവരുടെ മൂത്ത മകൾ വീട് വിട്ടുപോയിട്ട് 26 മണിക്കൂർ 27 മണിക്കൂർ പൂർത്തിയാകുന്നു. അത് വെറുതെ വീട് വിട്ടുപോയതല്ല. വീട്ടിലുണ്ടായ ഒരു തർക്കത്തിൻ്റെ ഭാഗമായി കുട്ടിയുമായി ഇളയ സിബ്ലിങ്ങുമായി ഉണ്ടായ ചില വഴക്കെന്നൊക്കെ പറയാമോ ആ വാക്ക്, എന്തായാലും ഉണ്ടായ ചില പ്രശ്നത്തിൻ്റെ ഭാഗമായി അമ്മ, എല്ലാ വീടുകളും ഉണ്ടാകുന്ന ഒരു അമ്മ ഒന്ന് ശകാരിക്കുന്നു, ചെറുതായി ഒന്ന് തല്ലുന്നു. ആ തല്ലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ തല്ലിൽ മനന്നൊന്ന് വീട് വിട്ടിറങ്ങിയതാണ് ഈ തസ്മിത്ത് എന്ന് പറയുന്ന കുഞ്ഞ്. കുട്ടി 13 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. ഇപ്പോഴും എവിടെയെന്ന് അറിയില്ല. 26 മണിക്കൂറുകൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചായിരുന്നു ഈ സമയം അത്രയും നമ്മുടെ പരിശോധന. പക്ഷേ അവിടെ കുറച്ച് സമയം കൂടുതൽ. ഒരു ഓട്ടോക്കാരൻ്റെ മൊഴി നമ്മളെ വഴിതെറ്റിച്ചോ എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ ഉണ്ട്. കാര്യം ആ ഓട്ടോക്കാരൻ്റെ മൊഴി മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ചായക്കടക്കാരൻ്റെ സ്ഥിരീകരിക്കാത്ത ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ മണിക്കൂറുകൾ അത്രയും അവിടെ തന്നെ നിൽപ്പായിരുന്നു. നമ്മൾ ആ മണിക്കൂറിൽ അത് കുറച്ച് കൂടുതൽ സമയം നമ്മൾ അവിടെ ചെലവിട്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അവിടെ കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കന്യാകുമാരിയിൽ ഇല്ല ഏതാണ്ട് എന്ന കാര്യം. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ ഇനി ഏത് വഴിക്ക് എങ്ങനെ ഇറങ്ങിയാലും അത് വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് CCTV ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ CCTVയിൽ അപ്പോൾ വ്യക്തമല്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ചിത്രം കിട്ടാനുള്ള സമയമായി. അതിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ നിന്ന് ഇപ്പോൾ നാഗർകോവിലേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുഴിത്തുറ, ഇരണിയേൽ, നാഗർകോവിൽ, കോട്ടാർ സ്റ്റേഷനുകളിൽ വ്യാപക പരിശോധനയ്ക്കുള്ള നിർദ്ദേശം. സംഭവം ഉണ്ടായത് മുതൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇതിന്റെ 4 ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരിഞ്ഞ് അന്വേഷണം നടക്കുകയാണ്. ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെട്ടിട്ടുണ്ട്. അവരെ പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കില്ല, നിർബന്ധിച്ചാൽ അവരെടുക്കില്ല. നമുക്ക് ഇനി ഒരു ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട്. അവരെല്ലാവരും അതിൽ അംഗങ്ങളാക്കേണ്ടതായിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. അതിഥി തൊഴിലാളികൾക്ക് കാർഡുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. പക്ഷെ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അവർ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനുണ്ടല്ലോ, കരാറുകാരൻ, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ
കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ നടന്നിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ്. പോലീസ് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. വരുന്ന ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നുണ്ടോ? നമുക്ക് ഇനി ഉന്നതങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടി വരുമോ? അല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല. തമിഴ്നാട് ബന്ധപ്പെട്ട് വളരെ രാവിലെ തന്നെ ബന്ധപ്പെട്ടു. അവരിതിനകത്ത് സജീവമായിട്ട് ഇടപെടുന്നതുകൊണ്ടാണ് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ശരിയാണ്, ഇന്നലെ ഈ വിവരം പുറത്തു വരുമ്പോൾ മുതൽ പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സൂചന നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിലെ സങ്കടം. എന്താണ്, പലരും ലേബർ കാർഡ് എടുക്കാൻ പറഞ്ഞ് എടുക്കില്ല, കുടുംബത്തിൽ ലേബർ കാർഡ് ഇല്ല എന്ന് പറയുന്നുണ്ട് വി ശിവൻകുട്ടി. കുട്ടിയും അമ്മയും തമ്മിൽ ചെറിയ പ്രശ്നമാണ്, കുട്ടി വികാരഭരിത ഇറങ്ങിപ്പോയി, ഒക്കെ ശരിയാണ്. പോലീസ് സംഭവത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു, കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടരുകയാണ് എന്ന് പറയുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ ഇപ്പോഴും നമുക്ക് കൃത്യമായൊരു സൂചന 26 മണിക്കൂർ പൂർത്തിയായി 27 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ കുട്ടിയിലേക്ക് എത്താൻ കഴിയുന്ന പോസിറ്റീവായി ലീഡ് എന്ന് പറയാൻ കഴിയുന്ന ഒന്നുപോലും കിട്ടുന്നില്ല. പുലർച്ചെ 4:01 ബബിത എന്ന് പറഞ്ഞ 24 പ്രേക്ഷകർ എടുത്ത് പോലീസിന് കൊടുത്ത ഒരൊറ്റ ചിത്രം ഒഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയും ഇതുവരെ പോലീസിന് ഏതെങ്കിലും ഫോണിൻ്റെ രൂപത്തിലോ ഒന്നും കിട്ടുന്നില്ല. പോസ്റ്റർ അടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇംഗ്ലീഷിലും തമിഴിലും കാർഡുകൾ ഇറക്കാനുള്ള തീരുമാനം, പോസ്റ്റർ പോലുള്ള കാർഡുകൾ ഇറക്കാനുള്ള തീരുമാനമുണ്ട്. അന്വേഷണം വലിയ സങ്കീർണമാകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും അന്വേഷണം അത് സങ്കീർണമാവുകയാണ്. കുട്ടിയെ പെട്ടെന്ന് കിട്ടുന്നതിനുള്ള ചാൻസുകൾ ഓരോ മണിക്കൂർ കഴിയുന്തോറും അത് കൂടുതൽ സങ്കീർണമാണ്. കുട്ടി ഏതേത് മേഖലകളിൽ എങ്ങോട്ടേക്ക് എത്ര ദൂരത്തേക്ക് അകലേക്ക് പോകുന്നു എന്നത് അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കും. ബസ്സുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധന നമ്മൾ ഒരുപാട് കണ്ടതാണ്. പക്ഷേ അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും പെൺകുട്ടിയെക്കുറിച്ച് ഒരു സൂചനയുമില്ല. കന്യാകുമാരിക്ക് പുറമെ നാഗർകോവിൽ, മാർത്താണ്ഡം, കളിയിക്കാവള തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പെൺകുട്ടി ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ തിരികെ തിരുവനന്തപുരത്തേക്കോ തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. ഭീമാപ്പള്ളിയിലടക്കം നേരത്തെ പരിശോധനകൾ ഉണ്ടായിരുന്നു.